അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് ഖുദ് ബിയദീനാ ഖല്ലത്തി ഹിലത്തുനാദിരിക്കന വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. ഏറ്റവും സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, മാന്യ ശ്രോതാക്കളെ, ഉപകാരപ്രദമായ അറിവുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സവിനയം എല്ലാവരോടും ആവശ്യപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വപ്നം കാണുന്നതിനെ കുറിച്ച് നാം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ നല്ല രീതിയിൽ അവിടുത്തെ യഥാർത്ഥ രൂപത്തിൽ കാണുമ്പോഴാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ സാധ്യമാകുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ രൂപത്തിൽ നിന്ന് മാറ്റം വന്നുകൊണ്ട്, ഉദാഹരണമായി നിറം മാറി മെലിഞ്ഞ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാൽ ആ കണ്ട സ്ഥലത്ത് ദീൻ സൂക്ഷിക്കുകയും ബിദ്അത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുമെന്നാണ് അതിന്റെ വ്യാഖ്യാനം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുമ്പോൾ അവിടുന്ന് ധരിച്ചിട്ടുള്ള വസ്ത്രം പഴകി ദുരുമ്പിയ വസ്ത്രമായിട്ടാണ് കണ്ടത് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രദേശം ഇതുപോലെ തന്നെ ബിദ്അത്ത് നിറഞ്ഞ് ദീൻ സൂക്ഷിച്ച പ്രദേശമായി തീരും എന്ന് തന്നെയാണ് അതിൻ്റെയും വ്യാഖ്യാനം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്താൽ രഹസ്യമായി ഒരാള് രക്തം കുടിക്കുന്നത് സ്വപ്നത്തിൽ കണ്ടാൽ അയാൾക്ക് ഷഹാദത്ത് ലഭിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഇത് പരസ്യമായിട്ടാണ് കുടിക്കുന്നത് എങ്കിൽ അയാൾ കപടനായിത്തീരുന്നതാണ്. അതുപോലെ അഹ്ലു ബൈത്തിനെ നാശം വരുത്താൻ അയാൾ കാരണക്കാരനായി തീരും എന്നുമാണ് അതിന്റെ വ്യാഖ്യാനം. രോഗിയായി എന്നും ശേഷം സുഖപ്പെട്ടു എന്നും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് കാണുന്നതെങ്കിൽ ആ പ്രദേശത്തുള്ളവർ കലഹങ്ങൾക്ക് ശേഷം ഐക്യത്തിൽ എത്തിപ്പെടുമെന്നാണ് അതിന്റെ വ്യാഖ്യാനം. വാഹനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാൽ അവിടുത്തെ സിയാറത്ത് ചെയ്യാനായി വാഹനം കയറുമെന്നും, നടക്കുന്നതായി കണ്ടാൽ നടന്നുപോയി സിയാറത്ത് ചെയ്യും എന്നും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്നതായി കണ്ടാൽ അവന്റെ കാര്യങ്ങൾ നേരാവണ്ണം നടന്നു പോകുമെന്നുമാണ് അതിന്റെ ഉദ്ദേശം. എന്നാൽ നശിച്ച ഒരു സ്ഥലത്ത് വെച്ച്, ഖറാബായ സ്ഥലത്ത് വെച്ചുകൊണ്ട് ബാങ്ക് കൊടുക്കുന്നതായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദർശിച്ചതെങ്കിൽ ആ സ്ഥലം ദീനിയായിട്ട് വലിയ പുരോഗതി കൈവരിക്കാൻ അത് കാരണമാകും എന്നാണ് ഇതിന്റെ വ്യാഖ്യാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭക്ഷിപ്പിക്കുന്നതായി കണ്ടാൽ സക്കാത്ത് കൊടുക്കാനുള്ള കൽപ്പനയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ വഫാത്ത് ആണ് സ്വപ്നം കാണുന്നതെങ്കിൽ തൻ്റെ പരമ്പരയിൽ ആരെങ്കിലും ഒരാളുടെ മരണത്തിന്റെ സൂചനയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ ഒരു സ്ഥലത്ത് കണ്ടാൽ ആ സ്ഥലത്ത് വലിയ മുസീബത്തുണ്ടാകുമെന്നും, ജനാസയെ പിന്തുടർന്ന് കബറടക്കം നടത്തുന്നതായി കണ്ടാൽ അവൻ ബിദ്അത്തിലേക്ക് പോകുമെന്നും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരമ്പരയിൽ അല്ലാതിരിക്കെ അവൻ അവിടുത്തെ പരമ്പരയിലാണ്, അവിടുത്തെ പൗത്രന്മാരാ കൂട്ടത്തിലാണെന്ന് കണ്ടാൽ അവിടെ ഈമാൻ സലാമത്താവുകയും രക്ഷപ്പെടുകയും ചെയ്യുമെന്നാണ് അതിന്റെ വ്യാഖ്യാനം. എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവാണെന്ന് സ്വപ്നം കണ്ടാൽ ഈമാനും യഖീനും ദീനും ദുർബലമാകുന്നതിന്റെ തെളിവായിട്ടാണ് മഹത്തുക്കൾ അതിനെ വ്യാഖ്യാനിക്കുന്നത്. അള്ളാഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ നല്ല രീതിയിൽ സന്തോഷത്തോടുകൂടി അവിടുന്ന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കാണാൻ, അവിടുത്തോട് സലാത്ത് സലാം ചൊല്ലാനും അവിടുത്തെ തൃക്കരം ചുംബിക്കാനുമെല്ലാം അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.